നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മെയിനായിട്ട് എല്ലാ ചാനലുകളിലുള്ള സംഭവമാണ് അല്ലു അർജുൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അല്ലു അർജുനെ അറിയാത്തവരാരും ഉണ്ടാവില്ല. അല്ലു അർജുൻ എന്ന നമ്മളെ ഒരു സൂപ്പർ സ്റ്റാറാണ് അല്ലു അർജുൻ. അപ്പോൾ അല്ലു അർജുൻ എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? അതായത് അല്ലു അർജുൻ്റെ പുതിയൊരു സിനിമയാണ് പുഷ്പ 2. പുഷ്പ 1 ഒക്കെ കണ്ടവരൊക്കെ ഉണ്ടാവും. പുഷ്പ 2 ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഭാഗമായി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അല്ലു അർജുൻ എന്ത് ചെയ്തു, ഒരു തിയേറ്ററിലോട്ട് വന്നപ്പോൾ അവിടെയുള്ള തിരക്ക് വർദ്ധിച്ചതിനിടയിൽ ഒരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി. ഇതാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലുണ്ടാവും, തിക്കും തിരക്കും പെട്ടിൽ സ്ത്രീ മരിച്ചതിന് എന്തിനാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നുള്ളത്. എവിടെയാണ് നമ്മളെ പോലീസ് പറയുന്നത് എന്ന് വെച്ചാൽ, അല്ലു അർജുൻ വരുന്ന കാര്യം പോലീസിൽ വൈകിയാണ് അറിയിച്ചത് എന്നാണ് ഒന്നാമത്തെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് അവർ പറയുന്നത് മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ അല്ലു അർജുൻ്റെ കൂടെ തന്നെ അംഗരക്ഷരും മറ്റവരൊക്കെ ഉണ്ടാവും. അവർ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി എന്ന രീതിയിൽ, അതായത് അവർ എന്താ പറയുക, ഇവരൊക്കെ നിയന്ത്രിക്കാനൊക്കെ ശ്രമിച്ചതിൽ തിരക്ക് സംഭവിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ആ സ്ത്രീ മരിച്ചതിലാണ് അല്ലു അർജുൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ അല്ലു അർജുൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അല്ലു അർജുൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ ഒരുപാട് തിയേറ്ററിൽ പോയിട്ടുണ്ട് പല പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്. ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണിത്. ഇപ്പോൾ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളിലും അല്ലു അർജുൻ സഹകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ കുടുംബത്തിനുള്ള ഒരു സാമ്പത്തിക സഹായം അല്ലു അർജുൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് സഹായം വേണമെങ്കിലും അല്ലു അർജുൻ്റെ ഭാഗത്തു നിന്ന് കുടുംബത്തിന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നിർഭാഗ്യവശാൽ അറിയാതെ സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള അറസ്റ്റ് ഒന്നും വേണ്ടായിരുന്നു എന്നത് തന്നെയാണ് എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും കാണാം. പിന്നെ അതുപോലെ തന്നെ ഇത് വലിയൊരു പ്രൊമോഷനാവുകയും ചെയ്തു. പടത്തിന് പുഷ്പ 2 ഇതൊരു വലിയ പ്രൊമോഷനായി മാറുകയും ചെയ്തു എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും ബൈ ബൈ.